ഹായ് ഓൾ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെറ്റ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. വാട്ട് ഇസ് എ സെറ്റ്? സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ ലാംഗ്വേജിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നമുക്ക് സെറ്റ് എന്ന് പറയാം. എന്നാൽ നമുക്ക് എല്ലാ ഗ്രൂപ്പിനെയും സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഏതൊരു വ്യക്തിക്കും ഒരേ തരത്തിലുള്ള ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ഗ്രൂപ്പിനെ നമുക്ക് എന്ത് പറയാം? സെറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഈവൻ ഇന്റിജർ ലെസ് ദാൻ 7. ഈവൻ ഇന്റിജർ ലെസ് ദാൻ 7 എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈവൻ ഇന്റിജർ ആണ്. 7ന് താഴെയുള്ള ഈവൻ ഇന്റിജർ ഏതൊക്കെയാണ്? 2, 4, 6 ആണ്. അപ്പൊ നമ്മൾ ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും ഈവൻ ഇന്റിജർ ലെസ് ദാൻ 7 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2, 4 and 6 ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും നമുക്ക് ഒരേ ഉത്തരവാണ് കിട്ടുന്നത്. സോ അതിനെ നമുക്ക് സെറ്റ് എന്ന് പറയാം. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 ആക്ടറിനെ ചോദിച്ചാൽ അത് ഓരോ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പലർക്കും പല അഭിപ്രായമായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും അതിന് ഒരേ തരത്തിലുള്ള ഉത്തരം ഒരിക്കലും ലഭിക്കില്ല. സോ അത് സെറ്റിന് എക്സാമ്പിൾ അല്ല. സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ സെറ്റിനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. യൂഷ്വലി സെറ്റിനകത്തുള്ള ഓരോ മെമ്പേഴ്സിനെ നമ്മൾ എലമെന്റ്സ് എന്ന് പറയും. എലമെന്റ്സിനെ നമ്മൾ കോമ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ബ്രേസസിനുള്ളിലാണ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സെറ്റിനുള്ളിലുള്ള ഓരോ എലമെന്റ്സിനെയും നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് കോമൺലി ഡിനോട്ട് ചെയ്യാറുണ്ട്. സെറ്റ് തിയറി ഫോർമുലേറ്റ് ചെയ്ത മാത്തമെറ്റീഷ്യൻ എന്ന് പറയുന്നത് ജോർജ് കാൻഡൂർ ആണ്. ഇൻ ദ ഇയർ 1845 to 1918 ആണ് വരുന്നത്. ഇത് നമ്മൾ നോക്കിയായിരുന്നു. ഇനി സെറ്റിന്റെ കുറച്ച് ഫർദർ എക്സാമ്പിൾസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ദ കളക്ഷൻ ഓഫ് വൗവൽസ് ഇൻ ദ വേർഡ് പ്രോബബിലിറ്റി. വൗവൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? എ, ഇ, ഐ, ഒ, യു ആണ് വൗവൽസ് വരുന്നത്. അപ്പൊ ഈ പ്രോബബിലിറ്റി എന്ന വാക്കിലെ വൗവൽസ് ഏതൊക്കെയാണ്? ഓ ഉണ്ട്, എ ഉണ്ട്, ഐ ഉണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് സെറ്റിൽ ഒരിക്കലും സെറ്റിനകത്തുള്ള എലമെന്റ്സ് എന്താണ്? ഡിസ്റ്റിങ്ക്ട് ആയിരിക്കണം. അപ്പൊ റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഐ ഒക്കെ 2 പ്രാവശ്യം വരുന്നുണ്ട് എന്ന് വെച്ച് നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 2 പ്രാവശ്യം ഐ എഴുതരുത്. സെറ്റിനുള്ളിലെ എലമെന്റ്സ് എപ്പോഴും ഡിസ്റ്റിങ്ക്ട് ആയിരിക്കണം. അതിന് ഒറ്റ തവണ മാത്രം റെപ്രസെന്റ് ചെയ്താൽ മതി. അപ്പൊ ദ പ്രോബബിലിറ്റി എന്ന വാക്കിലെ സെറ്റ് ഓഫ് വൗവൽസ് നമ്മൾ എഴുതുവാണെങ്കിൽ ബ്രേസസിനുള്ളിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ എലമെന്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന കോമ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ കോമ ഐ കോമ ഒ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ കളക്ഷൻ ഓഫ് 2-digit പോസിറ്റീവ് ഇന്റിജർ. 2-digit പോസിറ്റീവ് ഇന്റിജർ വിച്ച് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 5. 2-digit ഇന്റിജർ ആയിരിക്കണം. അത് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ഗെറ്റ് ദി റിമൈൻഡർ 0. അപ്പൊ അത്തരത്തിലുള്ള നമ്പേഴ്സ് വി ഓൾ നോ 10, 15, 20, 25 up to 95 അല്ലെ? 100 വരത്തില്ല. അപ്പൊ 3-digit ആയിപ്പോ. ഇതെല്ലാം നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 0 കിട്ടും. അപ്പൊ അത് ഡിവിസിബിൾ ബൈ 5 ആണ്. ഏതൊരു വ്യക്തിയോട് ചോദിച്ചാൽ ആ ഗ്രൂപ്പ് എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും. സോ അതെന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്റ്റ് ആണ്. സോ അത് സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് എന്താണ്? ഇനി അടുത്തെന്ന് പറയുന്നത് ദ കളക്ഷൻ ഓഫ് ഗ്രേറ്റ് ഫുട്ബോൾ പ്ലേയേഴ്സ് ഇൻ ദ നാഷണൽ ഫുട്ബോൾ ലീഗ്. അതെന്ന് പറയുന്ന വേരിയാവും. നമുക്ക് ഗ്രേറ്റ് ഫുട്ബോൾ പ്ലേയേഴ്സ് ഡിഫറെന്റ് ആൾക്കാർക്ക് ഡിഫറെന്റ് വ്യക്തികളെ ആയിരിക്കും പറയുന്നത്. സോ അത് സെറ്റിന് എക്സാമ്പിൾ അല്ല വരുന്നത്. ഇനി അടുത്തത് സെറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് സെറ്റിനെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം? മെയിൻലി സെറ്റിനെ നമുക്ക് 2 രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലാർ ഫോമും രണ്ടാമത്തേത് സെറ്റ് ബിൽഡർ ഫോം. ഈ റോസ്റ്റർ ഫോം ആണ് ഇത്രയും നേരം നമ്മൾ സെറ്റിനെ പറ്റി ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്ത രീതി. എങ്ങനെയാണ്? നമ്മൾ ഓരോ എലമെന്റ്സിനും സെറ്റിനുള്ളിലുള്ള ഓരോ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിനെയും നമ്മൾ ബ്രേസസിനുള്ളിൽ റെപ്രസെന്റ് ചെയ്യും. ഓരോ എലമെന്റ്സിനെയും കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ആദ്യത്തേത് സെറ്റ് ഓഫ് ഓൾ ഈവൻ പോസിറ്റീവ് ഇന്റിജർ ലെസ് ദാൻ 7. 7ന് താഴെയുള്ള പോസിറ്റീവ് ഇന്റിജർ ഏതൊക്കെയാണ്? പോസിറ്റീവ് ഈവൻ ഇന്റിജർ ഏതൊക്കെയാണ്? 2, 4, 6. അപ്പൊ ആ മെമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് കോമ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തു, ബ്രേസസിനുള്ളിൽ റെപ്രസെന്റ് ചെയ്തു. ഇത് ഇങ്ങനെയാണ് നമ്മൾ കോമൺലി റോസ്റ്റർ ഫോമിൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ് 42. അപ്പൊ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 42. അപ്പൊ നമുക്ക് ഏതൊക്കെ പറയാം? 1, 2, 3, 6,
7, 14, 21, 42. ഇതൊക്കെ എന്താണ്? നമുക്ക് ഈ നമ്പേഴ്സ് എല്ലാം 42 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. നമുക്ക് നോക്കാം. ഇപ്പൊ 42 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിമൈൻഡർ 0 കിട്ടും. ഇതെല്ലാം ഡിവിസിബിൾ ബൈ ഏതൊക്കെ നമ്പർ നമുക്ക് വേണ്ടത്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42. അപ്പൊ 42നെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് നമുക്ക് ആ പർട്ടിക്കുലർ നമ്പർ 42നെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു നമ്പർ ഡിവിസിബിൾ ആവണം എന്ന് പറയണമെങ്കിൽ വി ഷുഡ് ഗെറ്റ് ദ റിമൈൻഡർ 0 അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള നമ്പറാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 1, 2, 3, 6, 7, 14, 21 ആൻഡ് 42 എന്ന് പറയുന്നത്. അതിനെ കോമ വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം ആണ്. സെറ്റ് ബിൽഡർ ഫോമില് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. അപ്പം ആ കോമൺ പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, AEIOU. ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യും. ഹൗ വിൽ ഡു ദാറ്റ്? നമ്മൾ എങ്ങനെ ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു പ്രത്യേകതയുണ്ടല്ലേ, ഈ തന്നിട്ടുള്ള എല്ലാ എലമെന്റ്സിനും ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ട്. ഇതെല്ലാം ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വോവൽസിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ കോമൺലി സെറ്റിനകത്തുള്ള എലമെന്റ്സിനെ സ്മോൾ ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. എക്സ് എന്നുള്ള ഒരു ലെറ്റർ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കോമൺ പ്രോപ്പർട്ടി നമ്മൾ അവിടെ ലിസ്റ്റ് ചെയ്യണം. ഇവിടുത്തെ കോമൺ പ്രോപ്പർട്ടി എന്താണ്? വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഓൾ എലമെന്റ്സ് ഇൻ ദ സെറ്റ് ആണ്. അപ്പൊ അതിൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വോവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പൊ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വോവൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ആ കോമൺ പ്രോപ്പർട്ടി നമ്മൾ ലിസ്റ്റ് ചെയ്ത് ഇത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഫോം, അതായത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എംപ്റ്റി സെറ്റ് ആണ്. എംപ്റ്റി സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എംപ്റ്റി സെറ്റിനെ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ 5 എന്നാണ്. A set which does not contain any element is called as empty set or null set or void set. ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റും ഇല്ല എങ്കിൽ അത്തരത്തിലുള്ള സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയും. സെറ്റിനുള്ളിൽ ഒരു എലമെന്റും ഇല്ല എങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എംപ്റ്റി സെറ്റ്, നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്. യൂഷ്വലി നമ്മൾ ബ്രേസസിനുള്ളിൽ ഒരു എലമെന്റും ഇല്ല, അതിനെയാണ് നമ്മൾ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എംപ്റ്റി സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറയുന്ന 5 ആണ്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. B is equal to X such that X is a student presently studying in both class 10 and 11. ഒരു സ്കൂളില് ഒരു കുട്ടി 10ലും 11ലും കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ അറ്റ് എ ടൈം 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു കുട്ടി ഒരു സ്കൂളിലും ഉണ്ടാവില്ല. സോ അതെന്താണ്? എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റിന് എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ എംപ്റ്റി സെറ്റ് നോക്കിക്കഴിഞ്ഞു, അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കി. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ആദ്യത്തേത് ഫൈനൈറ്റ്. ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഫൈനൈറ്റ്. ഒരു സെറ്റിനുള്ളിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ അത്തരത്തിലുള്ള സെറ്റിനെ നമുക്ക് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ഒരു സെറ്റിനകത്ത് ഇൻഫിനിറ്റ്ലി മെനി എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെറ്റിനെ നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. Let W be the set of days of the week, then W is finite. ഇപ്പൊ W എന്ന് പറയുന്നത് ഒരു വീക്കിലെ ഡേയ്സ് ആണ്, സെറ്റ് ഓഫ് ഡേയ്സ് ആണ്. അപ്പൊ നമുക്ക് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലേ ഇത് വരുന്നത്. W എന്ന് പറയുന്ന ഒരു സെറ്റ്, ആ സെറ്റിലെ എലമെന്റ്സ് എന്താണെന്ന് പറയുന്നുണ്ട്? ഡേയ്സ് ഓഫ് ദ വീക്ക് ആണ്. അപ്പൊ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ് വരുന്നത്. അപ്പൊ ഫൈനൈറ്റ് നമ്പർ ഓഫ് കൗണ്ടബിൾ എലമെന്റ്സ് ആണ് വരുന്നത്. സോ ഇതെന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ലെറ്റ് S be the set of solution of the equation x square minus 16 equal to 0. Then S is equal to finite എന്നാണ് പറയുന്നത്. അപ്പൊ x square minus 16 equal to 0. അങ്ങനെയാണെങ്കിൽ x square equal to 16ഉം x is equal to എന്ത് വരും? പ്ലസ് ഓർ മൈനസ് 4. അപ്പം അതിന്റെ S be the set of, അതിന്റെ സൊല്യൂഷൻ ആണ് S എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ S എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? +4ഉം വരും -4ഉം വരും അല്ലെ?
അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. എന്തുകൊണ്ട് ഫൈനൈറ്റ് സെറ്റ്? അതിനകത്ത് 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് let G be the set of points on a line. ഒരു ലൈനിൽ നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് വരും. അപ്പൊ അതിനെ നമുക്ക് എന്തിന്റെ എക്സാമ്പിൾ പെടുത്താം? ഇൻഫൈനൈറ്റ് സെറ്റിന്റെ എക്സാമ്പിൾ എന്ന് പറയാം. ഒരു ലൈനിൽ എത്ര നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ലൈൻസിൽ എപ്പോഴും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് വരാം. സോ അത് ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ് വരുന്നത്. ഇനി അടുത്തത് ഈക്വൽ സെറ്റ്സ് ആണ്. ഈക്വൽ സെറ്റ്സ്, ഒരു സെറ്റ് ഈക്വൽ ആണ്. രണ്ട് സെറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, എയും ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു 2 സെറ്റ് തന്നിട്ടുണ്ട്, സെറ്റ് എയും സെറ്റ് ബിയും. അവ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എ ഈക്വൽ ടു ബി എന്ന് പറയും. ഈക്വൽ അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയാം. അപ്പൊ 2 സെറ്റ് എയും ബിയും എപ്പോഴാ ഈക്വൽ? അവയുടെ എലമെന്റ്സ് കോമൺ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈക്വൽ ടു ബി എന്ന് പറയാം. അതർവൈസ് നമുക്ക് എന്ത് പറയാം? എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയാം. അപ്പൊ നമുക്ക് രണ്ടിന്റെ എക്സാമ്പിൾ നോക്കാം. ആദ്യം ഒരു സെറ്റ് എ തന്നിട്ടുണ്ട്, 1 2 3 4, ആൻഡ് ബി എന്ന് പറയുന്ന വേറൊരു സെറ്റും തന്നിട്ടുണ്ട്, 3 1 4 2. ഇവിടെ ഓർഡർ നോക്കേണ്ട കാര്യമില്ല. ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും തന്നെയാണോ ഈ സെറ്റിൽ ഉള്ളതെന്ന് നോക്കാം. 1 രണ്ടിലും ഉണ്ട്, 2 രണ്ടിലും ഉണ്ട്, 3 രണ്ടിലും ഉണ്ട്, 4 രണ്ടിലും ഉണ്ട്. രണ്ടിലും ഇല്ലാത്തതായിട്ട് യാതൊരുവിധ എലമെന്റ്സും ഇല്ല. സോ വി ക്യാൻ സേ ദാറ്റ് എന്താണ്? എ ഈക്വൽ ടു ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് let A be the set of prime numbers less than 6. 6ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. 6ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്തൊക്കെയാണ്? 2 3 ആൻഡ് 5 അല്ലേ? 6ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്പേഴ്സ് 2 3 5. ഇനി അടുത്ത എന്താണ്? എ ബി ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 6. അത് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇനി അടുത്ത പി എന്ന് പറയുന്നത് എന്താണ്? The set of prime factors of 30. 30യുടെ prime factors ആണ് P എന്ന് പറയുന്നത്. 30യുടെ prime factors എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഒരു പ്രാവശ്യം 2, 5 പ്രാവശ്യം 10, 3 5 പ്രാവശ്യം 15. അപ്പൊ 30 എന്ന് പറയുന്നത് 30യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2, 3, 5 ആണ് അല്ലെ? അപ്പൊ P is equal to 2, 3, 5 എന്ന് പറയാം. അപ്പൊ നമുക്ക് A is equal to 2, 3, 5 എന്ന് കിട്ടി. P is also equal to 2, 3, 5 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? A is equal to P എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈക്വൽ സെറ്റ്സ് കഴിഞ്ഞു. ഇനി അടുത്ത സബ്സെറ്റ് ആണ്. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? A set A is said to be the subset of set B if every element of A is also an element of B. In other words, നമ്മൾ എപ്പോഴും സബ്സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ എന്താണ്? A is the subset. ഇങ്ങനെയാണ്. ഇപ്പൊ A Bയുടെ സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? A is the subset of B. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. A എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ്? എയുടെ എല്ലാ എലമെന്റ്സും ബി എന്ന സെറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. അതായത് എയിലുള്ള എല്ലാ എലമെന്റ്സും ബി എന്ന സെറ്റിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് എക്സാമ്പിളും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ദ സെറ്റ് Q of rational number is a subset of set real numbers. Real numbers എന്ന് പറയുമ്പോൾ എന്താണ്? റിയൽ നമ്പേഴ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്? ഇന്റിജേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഈ റിയൽ നമ്പേഴ്സിനകത്ത് എന്ത് പെടുന്നുണ്ട്? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് പെടുന്നുണ്ട്. അപ്പൊ ക്യൂയിലുള്ള എല്ലാ എലമെന്റ്സും ആറിൽ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? Q is the subset of R എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തത്, if A is the set of all divisor of 56 and B is the set of all prime divisor of 56, then B is the subset of A. ഇവിടെ നമ്മൾ B is the subset of A എന്നാണ് പറയുക. ആദ്യം നമുക്ക് സെറ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുന്ന, അല്ലെ നമുക്കത് സബ്സെറ്റ് ആണോ അല്ലേ എന്ന് നോക്കാൻ പറ്റും. If A is the set of all divisor of 56, അപ്പം 56ന്റെ ഡിവൈസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ 56നെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ 0 കിട്ടും, അതെല്ലാം എന്താണ്? അതിന്റെ ഡിവൈസർ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? 1 ഉണ്ട്,
2 കൊണ്ട് 56നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടും. ദെൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടും, 7 കൊണ്ട് കിട്ടും, 8 കൊണ്ട് കിട്ടും, 14 കൊണ്ട് കിട്ടും, 28 കൊണ്ട് കിട്ടും. പിന്നെ ആ നമ്പർ ഇറ്റ്സെൽഫ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇനി അടുത്ത സെറ്റ് എന്താണ്? ബി എന്ന് പറയുന്ന പ്രൈം ഡിവൈസർ. ഡിവൈസേഴ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രൈം ഡിവൈസേഴ്സ്. ഈ ലിസ്റ്റ് ചെയ്ത നമ്പേഴ്സിൽ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 2ഉം 7ഉം മാത്രമല്ലേ പ്രൈം ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം കോമ്പോസിറ്റ് അല്ലേ. അപ്പൊ ബി ഈസ് ഈക്വൽ ടു 2 7 എന്ന് വരും. അപ്പൊ ബിയിലുള്ള 2 7, ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതും എന്താണ്? സബ്സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എല്ലാ എലമെന്റ്സും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സെറ്റിനെയാണ് നമ്മളൊരു പർട്ടിക്കുലർ ഡിസ്കഷനിൽ എല്ലാ എലമെന്റ്സിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സെറ്റിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പം ഫോർ എക്സാമ്പിൾ, for the set of all integers the universal set can be. അതായത് ഇപ്പൊ നമ്മളൊരു സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്, എല്ലാ ഇന്റിജേഴ്സും ഉൾപ്പെട്ടിട്ടുള്ള വേറൊരു ഗ്രൂപ്പ് പറയാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് റിയൽ നമ്പേഴ്സിനെ പറയാൻ പറ്റും. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും എല്ലാം പെടുന്നുണ്ട്. അപ്പൊ റാഷണൽ നമ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് റിയൽ നമ്പേഴ്സിനകത്ത് പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ്. ഈ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റില് ആ സെറ്റ്, ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഇന്റിജേഴ്സിന്റെ കാര്യം പറയുകയാണ്, ഒരു സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് എടുക്കുകയാണ്. അപ്പൊ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഏതാ വരുന്നത്? നമുക്ക് റിയൽ നമ്പേഴ്സ് പറയാം. കാരണം റിയൽ നമ്പേഴ്സിനകത്ത് റാഷണൽ ഉണ്ട്, ഇറാഷണൽ ഉണ്ട്, ഇന്റിജേഴ്സ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. സോ നമുക്ക് അവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്തെന്ന് പറയാൻ പറ്റും? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരു ഹ്യൂമൻ പോപ്പുലേഷന്റെ സ്റ്റഡി. ഒരു ഹ്യൂമൻ പോപ്പുലേഷന്റെ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തെയും പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള ഒരു പഠനം, ഇന്ത്യയുടെ അങ്ങനെ പല പല രാജ്യങ്ങളിലെ പോപ്പുലേഷനെ പറ്റിയുള്ള പഠനം പറയാണ്. അപ്പൊ അതിനെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എങ്ങനെയായിട്ട് എടുക്കാം? ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്, അതിനകത്ത് ഇന്ത്യ പെടുന്നുണ്ട്, വേറെ പല രാജ്യങ്ങളും പെടുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? സെറ്റ് ഓഫ് ഓൾ പോപ്പുലേഷൻ ഇൻ ദ വേൾഡ് പറയാൻ പറ്റും. അതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി നമ്മുടെ സെറ്റില് വരുന്ന വേറൊരു കൺസെപ്റ്റ് ആണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അതായത് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അവ തമ്മിലുള്ള ബന്ധങ്ങൾ, സെറ്റ്സിന്റെ റിലേഷൻഷിപ്പ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പിക്ടോറിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പിക്ടോറിക്കലി റെപ്രസെന്റ് ചെയ്യാം. ബൈ ഡയഗ്രം നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമുക്ക് വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ വെൻ ഡയഗ്രാംസ് എന്ന് പറയുമ്പം നമുക്ക് ഡയഗ്രാം എങ്ങനെയായിരിക്കും വരുന്നത്? അതിൽ റെക്ടാങ്കിൾസ് ഉണ്ടായിരിക്കും. ഈ റെക്ടാങ്കിൾ എപ്പോഴും സൂചിപ്പിക്കുന്ന യൂണിവേഴ്സൽ സെറ്റിനെയും അതിനകത്തുള്ള ഓരോ സബ്സെറ്റുകളെ നമ്മൾ സർക്കിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ സെറ്റ് എ, സെറ്റ് ബി, ഇതെല്ലാം സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുള്ള എല്ലാ എലമെന്റ്സും എല്ലാം ഉൾക്കൊണ്ടുള്ള സെറ്റാണ് എന്ത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പിക്ടോറിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈ മീൻസ് ഓഫ് ഡയഗ്രാം ആണ് ഈ വെൻ ഡയഗ്രാം, ബൈ മീൻസ് ഓഫ് ഡയഗ്രാം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന തന്നെയാണ് വെൻ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. വെൻ ഡയഗ്രാംസിൽ യൂണിവേഴ്സൽ സെറ്റിനെ നമുക്ക് റെക്ടാങ്കിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതിനകത്തുള്ള സബ്സെറ്റിനെ യൂഷ്വലി നമ്മൾ സർക്കിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഇനി അടുത്ത ഓപ്പറേഷൻസ് ഓൺ സെറ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. സെറ്റിലെ കോമൺ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ യൂണിയൻ വരുന്നുണ്ട്, ഇന്റർസെക്ഷൻ വരുന്നുണ്ട്, കോംപ്ലിമെന്റ് വരുന്നുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിയൻ ഓഫ് സെറ്റ്സ് ആണ്. രണ്ട് സെറ്റിന്റെ യൂണിയൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എയും ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ യൂണിയൻ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂണിയൻ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ എ യൂണിയൻ ബി. രണ്ട് സെറ്റ് എയും ബിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ യൂണിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? എ യൂണിയൻ ബി എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞൊരു സെറ്റും തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ മറ്റൊരു സെറ്റും തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് എ യൂണിയൻ ബി. എന്താണ് ഈ എ യൂണിയൻ ബി എന്ന് പറയുന്നത്? യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? The union of A and B consisting of all the elements of A യും B യും
കോമൺ എലമെന്റ്സ് നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ എഴുതത്തുള്ളൂ. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്, എയിലുള്ള എ യൂണിയൻ ബി എന്ന സെറ്റിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടായിരിക്കണം, എ എന്ന സെറ്റിലെ കംപ്ലീറ്റ് എലമെന്റ്സ് ഉണ്ടായിരിക്കണം, ബി എന്ന സെറ്റിലെ കംപ്ലീറ്റ് എലമെന്റ്സും ഉണ്ടായിരിക്കണം. പക്ഷെ ഇവ തമ്മിലുള്ള രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് കുറെ എലമെന്റ്സ് ഉണ്ടായിരിക്കില്ല. അതിലെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. കാരണം സെറ്റിൽ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ ഒറ്റ പ്രാവശ്യം മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പം യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, രണ്ട് സെറ്റിലെയും എലമെന്റ്സ്. അപ്പൊ നമ്മൾ അതിനെ ഒരു വെൻ ഡയഗ്രാം വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ റെക്ടാംഗിൾ വെച്ചിട്ട് യൂണിവേഴ്സൽ സെറ്റ് കാണിച്ചിട്ടുണ്ട്, എ എന്നൊരു സെറ്റ് ബി എന്നൊരു സെറ്റും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എ യൂണിയൻ ബി, എയും ബിയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് കാണും. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്, എയിലുള്ള എല്ലാ എലമെന്റ്സും വേണം, ബിയിലുള്ള എല്ലാ എലമെന്റ്സും വേണം. അപ്പൊ ഇങ്ങനെയാണ് എ യൂണിയൻ ബി. ഇതൊരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഓപ്പറേഷൻ ഓഫ് സെറ്റ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്ന യൂണിയൻ ഓഫ് സെറ്റ്സ് ആണ്. രണ്ട് സെറ്റ് എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് ഉണ്ട്. അവയുടെ യൂണിയൻ കാണാൻ പറഞ്ഞ എന്താണ്, എയും ബിയും രണ്ട് സെറ്റ് ആണ്. യൂണിയൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്, ഓൾ ദ എലമെന്റ്സ് ഓഫ് സെറ്റ് എയും സെറ്റ് ബിയും ആണ് യൂണിയൻ എന്ന് പറയുന്നത്. യൂണിയനെ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്, എ യൂണിയൻ ബി. ഇനി നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. അപ്പൊ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ആദ്യത്തെ സെറ്റ് എ ഈസ് ഈക്വൽ ടു 2 4 6 8 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 6 8 10 12. എ യൂണിയൻ കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആണ്. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾ ദ എലമെന്റ്സ് ഓഫ് സെറ്റ് എ ആൻഡ് ബി. സെറ്റ് എയിലെ എലമെന്റ്സ് എന്തൊക്കെയാണ്, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. ഇതിൽ 6ഉം 8ഉം രണ്ടിലും ഉണ്ട്, കോമൺ ആയിട്ടുണ്ട്. അപ്പൊ അതിന് ഒറ്റ തവണ മാത്രം എഴുതിയാൽ മതി, വീണ്ടും റെപ്രസെന്റ് ചെയ്യണ്ട. ബാക്കി ബിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്, 10 12. അപ്പൊ നമുക്ക് എ യൂണിയൻ ബി എന്ന് പറയുന്ന എന്തെന്ന് പറയാം, 2 4 6 8 10 and 12 എന്ന് പറയാം. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ all the elements of set A and B ആണ്. റിപ്പീറ്റഡ് എലമെന്റ്സ് ഇവിടെ 6ഉം 8ഉം റിപ്പീറ്റഡ് എലമെന്റ്സ് ആണ്. പക്ഷെ അതിനെ ഒറ്റ തവണ മാത്രമേ നമ്മൾ സെറ്റിൽ എഴുതാറുള്ളൂ. കാരണം സെറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്, സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് ആണ്. അപ്പൊ നമ്മൾ എ യൂണിയൻ ബി എഴുതും. ഇനി അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്, എ എന്ന് പറയുന്നത് എ ഐ ഒയും ബി എന്ന് പറയുന്നത് എ ഐ യു ആണ്. എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. എ യൂണിയൻ ബി എന്താണ്, എ ഇ ഐ ഒ യു തന്നെയാണ്. എ ഐ ഒ എ ഐ യു രണ്ട് സെറ്റിലും കോമൺ ആണ്. അപ്പൊ ഈ എ ഐ യു എന്ന് പറയുന്നത് എന്താണ്, എ ഇറ്റ്സെൽഫ് തന്നെയാണ്. അപ്പൊ നമ്മൾ യൂണിയൻ കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് വേറൊരു എക്സാമ്പിൾ. എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ ആരൊക്കെയാ ഉള്ളത്, റാം ഉണ്ട്, ഗീതയുണ്ട്, അക്ബർ ഉണ്ട്. അവരെന്ന് പറയുന്നത് +1 സ്റ്റുഡൻസ് ആണ്. അവര് ഹോക്കി ടീമിലെ +1 ഹോക്കി ടീമിലെ സ്റ്റുഡൻസ് ആണ് റാം, ഗീത, അക്ബർ. ഇനി വൈ എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് തന്നിട്ടുണ്ട്. അതാരൊക്കെയാണ്, ഗീത, ഡേവിഡ്, അശോക്. അതെന്ന് പറയുന്നത് +1 തന്നെ ഫുട്ബോൾ ടീമിലെ സ്റ്റുഡൻസ് ആണ്. നമ്മൾ എക്സ് യൂണിയൻ വൈ കണ്ടുപിടിക്കണം. എക്സ് യൂണിയൻ വൈ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഫുട്ബോളിലുള്ള സ്റ്റുഡൻസിനെയും വേണം, ഹോക്കി ടീമിലുള്ള സ്റ്റുഡൻസിനെയും വേണം. രണ്ടിലും കോമൺ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഇൻക്ലൂഡ് ചെയ്യണം. ഇവിടെ ഗീത എന്ന് പറയുന്നത് ഹോക്കി ടീമിലും ഉണ്ട്, ഫുട്ബോൾ ടീമിലും ഉണ്ട്. അപ്പൊ ഒറ്റ തവണ കൺസിഡർ ചെയ്താൽ മതി. എക്സ് യൂണിയൻ വൈ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, റാം, ഗീത, അക്ബർ, പിന്നെ എന്താണ്, ഡേവിഡ് വരും. അതാണ് എക്സ് യൂണിയൻ വൈ. എക്സ് യൂണിയൻ വൈ എന്ന് പറയുമ്പോൾ ഓൾ ദ എലമെന്റ്സ് ഓഫ് സെറ്റ് എക്സ് ആൻഡ് സെറ്റ് വൈ ആണ് എന്ത്, എക്സ് യൂണിയൻ വൈ എന്ന് പറയും. ഇനി ഓപ്പറേഷൻസ്, യൂണിയനിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് യൂണിയൻ. ഈ യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇതിന്റെ ഒന്നും പ്രൂഫ് അറിയേണ്ട കാര്യമില്ല. എ യൂണിയൻ ബി നമ്മൾ ചെയ്ത് നോക്കിയാൽ അത് തന്നെയായിരിക്കും ബി യൂണിയൻ എ. കാരണം എന്താണ്, എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുള്ള എല്ലാ എലമെന്റ്സും ആണ് എ യൂണിയൻ ബിയിൽ വരുന്നത്. റിപ്പീറ്റേഷൻ ആയിട്ട് നമ്മൾ എഴുതത്തില്ല. കോമൺ എലമെന്റ്സ് ഒരു തവണ മാത്രം നമ്മൾ റെപ്രസെന്റ് ചെയ്തോളൂ. ബി യൂണിയൻ എയിലും സെയിം തന്നെയാണല്ലോ. അത് അസോസിയേറ്റീവ് ലോയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് എ യൂണിയൻ ബി യൂണിയൻ സി ചെയ്താൽ വിച്ച് ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി ആണ്. ഇനി എ യൂണിയൻ നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു ഒരു എം ടി സെറ്റിനെയാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. ആ സെറ്റിനകത്ത് ഒരു എലമെന്റും ഇല്ല. എയുമായിട്ട് നമ്മൾ അതിന്റെ യൂണിയൻ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഇവ തമ്മിൽ എയിലുള്ള എല്ലാ എലമെന്റും നൾ സെറ്റിലുള്ള എലമെന്റ്സ്, നൾ സെറ്റിൽ എലമെന്റ് ഒന്നും ഇല്ല. അപ്പൊ എ യൂണിയൻ നൾ സെറ്റ് ചെയ്താൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്, എ തന്നെയാണ് കിട്ടുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ലോ ഓഫ് ഐഡന്റിറ്റി ഓഫ് എലമെന്റ് എന്നാണ് പറയുന്നത്.
ഇനി അടുത്തത് എ യൂണിയൻ എ. എ യൂണിയൻ എ, അതായത് എ എന്ന സെറ്റ് ആ അതേ സെറ്റിന്റെ തന്നെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? രണ്ടിലും എ യൂണിയൻ എ, രണ്ടും എന്താണ് ഒരേ സെറ്റ് തന്നെയാണ്. അതിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആ ലോയിന് പറയുന്ന പേരാണ് ഐഡംപൊട്ടന്റ് ലോ എന്ന് പറയുന്നത്. ഇനി അടുത്ത യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എയിലുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്, ബാക്കി യൂണിവേഴ്സൽ ആ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലുള്ള എല്ലാ എലമെന്റ്സും ഉൾക്കൊള്ളിക്കുന്ന ഒരു സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. അത് എയുമായിട്ട് യൂണിയൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? യൂണിവേഴ്സൽ സെറ്റ് തന്നെ കിട്ടും. അതിനെയാണ് ലോ ഓഫ് യു എന്ന് പറയുന്നത്. ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് യൂണിയനിൽ വരുന്നത്. ഇനി അടുത്തത് ഇന്റർസെക്ഷൻ. നമ്മൾ ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ പഠിച്ച ഓപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിയൻ ഓപ്പറേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് ആണ്. അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് സെറ്റ്, എയും ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ്. അപ്പൊ അവയുടെ ഇന്റർസെക്ഷൻ കാണണം. ഇന്റർസെക്ഷൻ കാണണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ എന്താണ് ഈ എ ഇന്റർസെക്ഷൻ ബി? രണ്ട് സെറ്റ്, എയും ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. ആ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു വെൻ ഡയഗ്രാം വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്. യൂണിവേഴ്സൽ സെറ്റ് എ എന്ന് പറഞ്ഞൊരു സെറ്റും ബി എന്ന് പറഞ്ഞ മറ്റൊരു സെറ്റും ഉണ്ട്. അപ്പൊ അവയുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, അതാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇപ്പൊ രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ട്. എയും ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ്സ് ഉണ്ട്. എ ഇന്റർസെക്ഷൻ ബി, എയും ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് ഉണ്ട്. ആ രണ്ട് സെറ്റിലും വേറെ കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ല. കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി നമുക്ക് എന്ത് കിട്ടും? നൾ സെറ്റ് എന്ന് കിട്ടും. കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് ആണല്ലോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പൊ എയിലും ബിയിലും ഒരു എലമെന്റ്സും കോമൺ ആയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന നൾ സെറ്റ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ്, എ ഇന്റർസെക്ഷൻ ബി ചെയ്യുമ്പോൾ നമുക്ക് നൾ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സെറ്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയാം. ഇനി അടുത്ത നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. എ എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10. ബി എന്ന് പറയുന്നത് 2 3 5 7. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് ഷോ ചെയ്യണം. എന്താ ഷോ ചെയ്യേണ്ടത്? എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് കാണിക്കണം എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി എന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി ഇവിടെ നോക്കാം. എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 കോമൺ ആണ്, ദെൻ 3 ഉണ്ട്, പിന്നെന്താ ഉള്ളത്? 5ഉം 7ഉം ആണുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 3 5 7 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ബി ഇറ്റ്സെൽഫ് തന്നെയാണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്താ കിട്ടിയത്? 2 3 5 7 വിച്ച് ഈസ് ഈക്വൽ ടു ബി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇന്റർസെക്ഷന്റെ നമ്മൾ യൂണിയൻ ഓപ്പറേഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കി. അതുപോലെ തന്നെയാണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ഇന്റർസെക്ഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എ ഇന്റർസെക്ഷൻ ബി, അതായത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് തന്നെയാണല്ലോ ബിയിലും എയിലും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ എന്ന് പറയാം. അതായത് അത് കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ അസോസിയേറ്റീവ് ലോയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ. ഇത് നമുക്ക് എക്സാമ്പിൾ ഒക്കെ വെച്ച് നോക്കാവുന്നതാണ്. ഇതിന്റെ ആവശ്യമുള്ള തൽക്കാലം അത് ഓർത്തിരുന്നാൽ മതി. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇനി നമ്മൾ നൾ സെറ്റും സെറ്റ് എയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എടുത്താൽ നൾ സെറ്റിൽ ഒരു എലമെന്റ് കോമൺ, ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റാണ് നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയുന്നത്. അത് എ എന്നൊരു സെറ്റുമായിട്ട് ഇന്റർസെക്ഷൻ എടുത്താൽ നമുക്ക് അവിടെ എന്തെങ്കിലും കോമൺ ഉണ്ടോ? നൾ സെറ്റിൽ എലമെന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ഇന്റർസെക്ഷൻ കിട്ടുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? നൾ സെറ്റ് എന്ന് തന്നെ കിട്ടും. ഇനി യൂണിവേഴ്സൽ സെറ്റും എയും കൂടെ നമ്മൾ ഇന്റർസെക്ഷൻ എടുത്താൽ എന്ത് കിട്ടും? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിലും എയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്താണ്? എ എന്ന സെറ്റിലുള്ള എലമെന്റ്സ് ആണ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്ന ഈക്വൽ ടു എ ഇറ്റ്സെൽഫ് ആണ്. ഇനി അത് ഡിസ്ട്രിബ്യൂട്ട് എ ഇന്റർസെക്ഷൻ എ, അതായത് സെയിം രണ്ട് സെറ്റ്, രണ്ടും ഒരേ സെറ്റ് തന്നെയാണ്. അവയുടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് തന്നെ കിട്ടും.
അതിനെയാണ് നമ്മൾ ഐഡം പൊട്ടന്റ് ലോ എന്ന് പറയുന്നത്. ഇനി ഇന്റർസെക്ഷൻ മറ്റൊരു പ്രോപ്പർട്ടിയാണ്, അത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ് അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഡിഫറൻസ് ഓഫ് സെറ്റ്. രണ്ട് സെറ്റിന്റെ ഡിഫറൻസ്, അതായത് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞൊരു സെറ്റും തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞൊരു സെറ്റും തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞൊരു സെറ്റും തന്നിട്ടുണ്ട്. അപ്പൊ ഡിഫറൻസ് കണ്ടുപിടിക്കുക, എ മൈനസ് ബി കണ്ടുപിടിക്കുക. എങ്ങനെയാണ് എ മൈനസ് ബി കണ്ടുപിടിക്കുന്നത്? അപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്നത് all the elements of A which is not in B, അതായത് എ മൈനസ് ബി എന്ന് പറയുന്ന എ എന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും എന്നാൽ ആ എലമെന്റ് ബിയിൽ ഉണ്ടാകാനും പാടില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ മൈനസ് ബി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ആദ്യത്തെ എ എന്ന് പറയുന്നത് 1 2 3 4 5 6 ബി എന്ന് പറയുന്നത് 2 4 6 8 ആണ്. അപ്പൊ എ മൈനസ് ബി നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്താണ് എ മൈനസ് ബി? അപ്പൊ എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ് 2 ബിയിലുണ്ട്, അത് നമുക്ക് എടുക്കാൻ പാടില്ല. ഇനി 4ഉം ബിയിലുണ്ട്, അതും എടുക്കാൻ പാടില്ല. 6ഉം ബിയിലുണ്ട്, അതും എടുക്കാൻ പാടില്ല. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ബാക്കി എന്താ വരുന്നത്? 1 3 and 5 ആണ് എ മൈനസ് ബി വരുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് ബി മൈനസ് എ ആണ്. ബി മൈനസ് എ. അപ്പൊ ബി മൈനസ് എ എന്ന് പറയുമ്പോ എന്താണ്? ബിയിലുള്ളതും എയിലില്ലാത്തതുമായിട്ടുള്ള എലമെന്റ്സ്. അപ്പൊ ബിയിലുള്ളതും ബിയിൽ 2 ഉണ്ട്, അത് എയിലും ഉണ്ട്, അപ്പൊ അത് എടുക്കാൻ പാടില്ല. ഇനി 4ഉം എന്തിലുണ്ട്? എയിലുണ്ട്, അതും എടുക്കാൻ പാടില്ല. 6ഉം എന്തിലുണ്ട്? എയിലുണ്ട്, അതും എടുക്കാൻ പാടില്ല. 8 എയിലല്ല, അപ്പൊ നമുക്ക് എടുക്കാം. അപ്പൊ ബി മൈനസ് എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? 8 എന്ന് പറയാം. അപ്പം ഒന്നും കൂടി ഓർത്തോളൂ, ഡിഫറൻസ് ഓഫ് സെറ്റ് ആണ്. ഡിഫറൻസ് ഓഫ് സെറ്റ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? ഓൾ ദ എലമെന്റ്സ് ഓഫ് എ വിച്ച് ഇസ് നോട്ട് ഇൻ ബി ആണ് എന്ത്? എ മൈനസ് ബി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വവൽസ് തന്നിട്ട് ബി ഇസ് ഈക്വൽ ടു എ ഐ ഒയും ബി ഇസ് ഈക്വൽ ടു എ ഐ കെ യു. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഫൈൻഡ് ബി മൈനസ് ബി. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബി മൈനസ് ബി ആണ്. അപ്പൊ ബി മൈനസ് ബി നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ ഓൾ ദ എലമെന്റ്സ് ഇൻ ബി വിച്ച് ഇസ് നോട്ട് ഇൻ ബി അല്ലെ. അപ്പൊ എ ഉണ്ട്, അപ്പൊ നമുക്ക് അത് എടുക്കാൻ പാടില്ല, എ എടുക്കണ്ട. പിന്നെ എന്തുണ്ട്? ഐ ഉണ്ട്, അതും എടുക്കണ്ട. പിന്നെ കെ ഇല്ല. പിന്നെ എന്തുവാ ഉള്ളത്? യു ഉണ്ട്, അതും എടുക്കണ്ട. അപ്പൊ ബാക്കി നമുക്ക് എന്താ എലമെന്റ്സ് ഉള്ളത്? ഇ കോമ യു ഒ ആണ്. അതാണ് ബി മൈനസ് ബി എന്ന് പറയുന്നത്. ഇനി തിരിച്ച് നമുക്ക് എടുക്കണം ബി മൈനസ് ബി. ബി മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? ബി മൈനസ് ബി എ ഉണ്ട്, അപ്പൊ എ എടുക്കരുത്. ഐ ഉണ്ട്, അതും എടുക്കരുത്. യു ഉണ്ട്, അതും എടുക്കരുത്. കെ ഇല്ല, അപ്പൊ കെ മാത്രമാണ് വരുന്നത്. അപ്പൊ ബി മൈനസ് ബി എന്താണ്? നോട്ട് ഈക്വൽ ടു ബി മൈനസ് ബി ആണ്. എപ്പോഴും അത് ചിലപ്പോ ഈക്വൽ ആവാം, ചിലപ്പോ അത് ഈക്വൽ അല്ലാതെയും വരാം. അപ്പൊ ഡിഫറൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത നമ്മൾ ഡിഫറൻസ് വരെയാണ് നോക്കിയത്. ഇനി അടുത്തത് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് ആണ്. കോംപ്ലിമെന്റ് ആണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ അറിയാം? ഇപ്പൊ നമുക്ക് എ എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പം യൂണിവേഴ്സൽ സെറ്റും ഉണ്ട്, എ എന്ന് പറഞ്ഞൊരു സബ്സെറ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്? all the elements in the universal set which is not in A ആണ് the complement of set എന്ന് പറയുന്നത്. അതായത് യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം, കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 1 2 3 4 5 6 7 8 9 10. ഇനി എ എന്ന് പറയുന്ന തന്നിട്ടുണ്ട് 1 3 5 7 9. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കോംപ്ലിമെന്റ് ആണ്. അപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എയിൽ ഇല്ലാത്തതും. അപ്പം 1 എയിലുണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. ബാക്കി അതിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാ ഉള്ളത്? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട് അല്ലെ. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? 2 4 6 8 10 ആണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് എന്താ? യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. നമുക്ക്
എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം, ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം, എ യൂണിയൻ ബി കണ്ടുപിടിക്കണം, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ് ക്ലിയർ ആവും അല്ലെ. അപ്പൊ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? യൂണിവേഴ്സൽ സെറ്റ് കൊണ്ട് എല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് ആദ്യം എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ ദി എലമെന്റ്സ് ഇൻ ദി യൂണിവേഴ്സൽ സെറ്റ് വിച്ച് ഇസ് നോട്ട് ഇൻ എ ആണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ 2 ഉം 3 എയിലുണ്ട്, അപ്പൊ അത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെന്റ്, അപ്പൊ 2 ഉം 3 ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ് ഏതൊക്കെയാ? 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. അതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ബി കോംപ്ലിമെന്റ് ആണ്. ബി കോംപ്ലിമെന്റ് ഓൾ ദി എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് വിച്ച് ഇസ് നോട്ട് ഇൻ ബി. ബിയിൽ ഏതൊക്കെയാ ഉള്ളത്? 3, 4, 5. അപ്പൊ 3, 4, 5 വെച്ച് ബാക്കി എന്തൊക്കെയാ ഉള്ളത്? 1, 2, 6 ആണ് ഉള്ളത്. അപ്പൊ ബി കോംപ്ലിമെന്റും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇവ തമ്മിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 ഉം 6 ഉം മാത്രമല്ലേ കോമൺ ആയിട്ടുള്ളൂ? 1 ഉം കോമൺ ആയിട്ടുണ്ട്, 6 ഉം കോമൺ ആയിട്ടുണ്ട്. അപ്പൊ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1, 6 ആണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ ദി എലമെന്റ്സ് ഓഫ് സെറ്റ് എ ആൻഡ് ബി. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ ബി. 2, 3 രണ്ട് പ്രാവശ്യം ഉണ്ട്, ഒറ്റ തവണ റെപ്രസെന്റ് ചെയ്താൽ മതി. 2, 3, 4, 5 ആണ് എന്ത്? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പം എ യൂണിയൻ ബിയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചു. ഇനി എ യൂണിയൻ ബിയും കണ്ടുപിടിച്ചു. അതിന്റെ കോംപ്ലിമെന്റ് വേണം. അപ്പൊ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്താണ്? അപ്പൊ എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ്. അപ്പൊ 2, 3, 4, 5 ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ്സ് ആണ് എന്ത്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. ബാക്കി എന്താ വരുന്നത്? 1, 6 ആണ്. അത് തന്നെയാണല്ലോ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി, ഇത് ഒരു ലോ ആണ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത് ഏത് ലോ ആണ്? ഡി മോർഗൻസ് ലോ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ഇനി കോംപ്ലിമെന്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. എ എന്ന് പറയുന്ന സെറ്റ് എ യൂണിയൻ എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ ദി എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് വിച്ച് ഇസ് നോട്ട് ഇൻ എ ആണ്. അപ്പൊ എയും ഉണ്ട്, ഓൾ ദി എലമെന്റ്സ് ഇൻ ദ യൂണിവേഴ്സൽ സെറ്റ് വിച്ച് ഇസ് നോട്ട് ഇൻ എ. അവ തമ്മിലുള്ള യൂണിയൻ എടുത്താൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? വിൽ ഗെറ്റ് യൂണിവേഴ്സൽ സെറ്റ് കിട്ടും അല്ലെ. അപ്പൊ എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് ആണ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. അവ തമ്മിൽ എന്തെങ്കിലും കോമൺ ഉണ്ടോ? എ എന്ന് പറയുന്ന ഒരു സെറ്റും എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓൾ ദി എലമെന്റ് ഇൻ ദ യൂണിവേഴ്സൽ സെറ്റ് വിച്ച് ഇസ് നോട്ട് ഇൻ എ ആണ്. അപ്പൊ അവ തമ്മിൽ ഒരു കോമൺ എലമെന്റും ഇല്ല. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? നൾ സെറ്റ് ആണ് അല്ലെ. ദെൻ ഡി മോർഗൻസ് ലോ, ഇപ്പൊ നമ്മൾ അവിടെ പ്രൂവ് ചെയ്ത ലോ ആണ്. എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല PSC എക്സാംസിനും ഡി മോർഗൻസ് ലോ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കണ്ടിട്ടുണ്ട്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ലോ ഡബിൾ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ ആണ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഓൾ ദ എലമെന്റ് ഇൻ ദ യൂണിവേഴ്സൽ സെറ്റ് വിച്ച് ഇസ് നോട്ട് ഇൻ എ ആണ്. അതിനെ ഒന്നും കൂടെ ഉൾട്ട എടുത്തു കോംപ്ലിമെന്റ് എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? എ എന്ന് പറയുന്ന സെറ്റ് തന്നെ കിട്ടും. ഇനി നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റില് ഒരു എലമെന്റും ഇല്ലാത്തതാണ് നൾ സെറ്റ്. അതിന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. വൈസ് വേഴ്സ തിരിച്ച് യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നൾ സെറ്റ് കിട്ടും. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ആദ്യത്തേത് യൂണിയൻ ഓഫ് സെറ്റ്സ് 1, 2, 5 ആൻഡ് 1, 2, 6 ഇസ് ദ സെറ്റ്. ഇതിന്റെ യൂണിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആദ്യത്തെ സെറ്റ് എ ആയിട്ട് എടുത്തു, രണ്ടാമത്തെ സെറ്റ് ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട് അല്ലെ. 1, 2, 5, 6 1, 2, 5, 6 വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്തത് ദ ഇന്റർസെക്ഷൻ. രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. ഇവ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്?
രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് 1 ഉം 2 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ സെറ്റ് എയും രണ്ടാമത്തെ സെറ്റ് ബിയും ആയിട്ട് എടുത്താൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1, 2 ആണ്. ഇനി അടുത്തത് which of the following two sets are disjoint? ഇതിൽ തന്നിട്ടുള്ള ഈ ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ്, എ ഇന്റർസെക്ഷൻ രണ്ട് സെറ്റ് തമ്മിലുള്ള ഇന്റർസെക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് നൾ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സെറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, കോമൺ ഉണ്ട്, 1 ഉം 3 ഉം ഒക്കെ കോമൺ ആണ്. അപ്പൊ ഇത് ഡിസ്ജോയിന്റ് അല്ല. ഇവിടെ 1, 2, 3 കോമൺ, ഇവിടെ 3 കോമൺ ഉണ്ട്. ഇവിടെ നോക്കിക്കേ 1, 3, 5, 2, 4, 6 ഇവിടെ ഒന്നും കോമൺ ഇല്ല. അപ്പൊ ഇവിടത്തെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് നൾ സെറ്റ് കിട്ടി. സോ ഇവിടത്തെ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ഡി ആണ്. ഇനി ഡിഫറൻസ്, ആദ്യത്തെ സെറ്റ് എ ആയിട്ട് എടുത്തു, രണ്ടാമത്തെ സെറ്റ് ബി ആയിട്ട് എടുത്തു, എ മൈനസ് ബി, ഓൾ ദ എലമെന്റ്സ് ഇൻ എ വിച്ച് ഇസ് നോട്ട് ഇൻ ബി. 2 ബിയിലുണ്ട്, അപ്പൊ അത് എടുത്തൂടാ. 1 ബിയിലുണ്ട്, അതും എടുത്തൂടാ. അപ്പൊ നമുക്ക് ആൻസർ വരുന്ന 3 മാത്രമാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ദ കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് എ. സെറ്റ് എയുടെ കോംപ്ലിമെന്റ്, ഓൾ ദ എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് വിച്ച് ഇസ് നോട്ട് ഇൻ എ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ പറയാം, ഓൾ ദ എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് വിച്ച് ഇസ് നോട്ട് ഇൻ എ. അപ്പൊ നമുക്ക് യു മൈനസ് എ എന്ന് പറയാം. അപ്പൊ കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് എ എന്ന് പറയുന്നത് യു മൈനസ് എ ആണ്. ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. ഇനി ഒരു കമ്മിറ്റിയിൽ 50 ആൾക്കാര് ഫ്രഞ്ച് സംസാരിക്കും, 50 പേര് ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാരും 20 പേര് സ്പാനിഷ് സംസാരിക്കുന്ന ആൾക്കാരും 10 പേര് രണ്ടും, both Spanish and French 10 പേരുണ്ട്. How many speak at least one of these two languages? At least ഒരു ലാംഗ്വേജ് എങ്കിലും. ഇത് റിസർച്ച് ഓഫീസറിലെ 2021 ചോദിച്ച ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയിൽ 50 ആൾക്കാര് ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാരും 20 പേര് സ്പാനിഷ് സംസാരിക്കും, 10 പേര് കോമൺ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര പേര് അറ്റ്ലീസ്റ്റ് ഈ 2 ലാംഗ്വേജസ് സംസാരിക്കും? അപ്പൊ നമ്മൾ അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, എഫ് യൂണിയൻ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എഫ് യൂണിയൻ എസ് എന്ന് പറയുന്നത്, നമുക്ക് എഫ് യൂണിയൻ എസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എഫ് പ്ലസ് എസ് പ്ലസ് എഫ് ഇന്റർസെക്ഷൻ എസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഉണ്ട്, എസ് ഉണ്ട്, ഇന്റർസെക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 15 പ്ലസ് 20 മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 60. അപ്പൊ ഇത്രയേ ഉള്ളൂ. സെറ്റ് എന്ന പാഠഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫർദർ ആയിട്ട് ഉള്ള ബാക്കി ക്ലാസ്സസ് നമ്മൾ വരും വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇനിയും പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്